ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയ പോസ്റ്റർ പിൻവലിച്ച് CPI. കോട്ടയം മണ്ഡലം സമ്മേളന പോസ്റ്ററാണ് പിൻവലിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാക്കിയ പോസ്റ്ററാണ് പിൻവലിച്ചത്. ദേശീയ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, ആദ്യം ആ പോസ്റ്ററിനെ കുറിച്ച്. മിഥുൻ, കേൾക്കാമെങ്കിൽ ആദ്യം ആ പോസ്റ്ററിനെ കുറിച്ച് പറയൂ. ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയ പോസ്റ്റർ പിൻവലിച്ച് CPI കോട്ടയം മണ്ഡലം സമ്മേളന പോസ്റ്ററാണ് പിൻവലിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ പോസ്റ്റർ പിൻവലിച്ചത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, പോസ്റ്ററിനെ കുറിച്ച്. നടക്കുന്ന സമ്മേളനം 13, 14, 15 തീയതികളുമായി ബന്ധപ്പെട്ട് CPIയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പോസ്റ്റർ പുറത്തിറക്കിയത്. ആ പോസ്റ്റർ CPI കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു, അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയുടെ പോസ്റ്റർ ആയിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ വാട്സപ്പിൽ പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റർ ഇവരുടെ പല നേതാക്കളും പോസ്റ്റർ വാട്സപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ഇത് വിവാദമാകുന്നു എന്ന് കണ്ടത് ഉടനെ തന്നെ പിൻവലിക്കുകയാണ് ചെയ്തത്. ഇതിനുള്ളൊരു കാരണം പ്രധാനമായും ഭാരതാംബയുടെ ചിത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, നേരത്തെ മന്ത്രി P. പ്രസാദ് അടക്കം രാജ്ഭവനിലുണ്ടായ സംഭവത്തിൽ വലിയ രീതിയിൽ വിവാദം ഉന്നയിച്ചത് അതിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയായിരുന്നു എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു വാദം. പക്ഷേ ഇപ്പോൾ ഈ CPI ഉപയോഗിച്ചിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രമാകട്ടെ ത്രിവർണ്ണ പതാക ഏന്തിയ, അതുപോലെ തന്നെ ത്രിവർണ്ണ നിറത്തിലുള്ള സാരി ധരിച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രമായിരുന്നു. പക്ഷേ അതായത് CPI ഇതാണ് യഥാർത്ഥ ഭാരതാംബ എന്ന് പ്രകടമാക്കുകയായിരുന്നു ഈ പോസ്റ്ററിലൂടെ ശ്രമിച്ചത്. പക്ഷേ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട ഉടനെ ഇത് പിൻവലിക്കാനും ഇവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഉയർന്നിരുന്ന വിവാദം കാവിക്കൊടിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയാണെങ്കിൽ പോലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു ധ്വനിയാണ് ഇപ്പോൾ ഈ പോസ്റ്റർ പിൻവലിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ CPI ജില്ലാ സെക്രട്ടറി നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ പരിപാടികളുമായി ഇത്തരത്തിൽ ദേശീയ പതാക കൂട്ടിച്ചേർക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ഭാഗമായാണ് ഈ പോസ്റ്റർ പിൻവലിച്ചത് എന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി 11 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം വീണ്ടും വിവാദമായിരിക്കുന്നു. കാവിക്കൊടി ആയിരുന്നില്ല യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് കൂടി കൂടുതൽ വ്യക്തമാവുകയാണ്. CPIയുടെ മന്ത്രി P. പ്രസാദിന്റെ നിലപാടുകളുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തി ഇത്തരത്തിൽ ഗവർണർക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാനും അല്ലെങ്കിൽ ഗവർണറുടെ നടപടിയെ വിമർശിക്കാനും അതിനെതിരെ ഒരു പ്രക്ഷോഭമെല്ലാം കൊണ്ടുപോകാനുമെല്ലാം CPI തയ്യാറായെങ്കിൽ ഇപ്പോൾ കാവിക്കൊടി ഏന്തിയതല്ലാത്ത, അതായത് ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബ പോലും പ്രശ്നമെന്ന് പറഞ്ഞു വെക്കുകയാണ് CPI ഈ പോസ്റ്റർ പിൻവലിച്ചതിലൂടെ. ഏതായാലും CPIയുടെ വരാനിരിക്കുന്ന 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായായിരുന്നു ഈ പോസ്റ്റർ കോട്ടയം മണ്ഡലം കമ്മിറ്റി പുറത്തിറക്കിയത്. പക്ഷേ ആ പോസ്റ്റർ പിൻവലിക്കാനും ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. മിഥുൻ, ഒരു വശത്ത് മുഷ്ടി ചുരുട്ടി നിൽക്കുന്നവർ, മറുവശത്ത് അനുഗ്രഹം ചൊരിഞ്ഞ് ഭാരതാംബ, ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൂടിയാണോ ഈ പോസ്റ്റർ? അതെ, ആ പോസ്റ്റർ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്ററിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറേ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റാച്ചുകളെല്ലാമാണ്. അതിൽ ഭാരതീയമായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ ഭാരതാംബയുടെ മാത്രമാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഭാരതീയമായിട്ടുള്ള ചിത്രം കൂടി പിൻവലിക്കാൻ CPI തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമുക്ക് ഈ ചിത്രം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നു. കാനം രാജേന്ദ്രനും അതുപോലെ തന്നെ VB ബിനുവും അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ അടക്കം ഉൾപ്പെടുന്നവരുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഇതിൽ ഉണ്ടായിരുന്നു. ഈ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ത്രിവർണ്ണ പതാക ഏന്തിയ ത്രിവർണ്ണ നിറമുള്ള സാരി ധരിച്ച ഭാരതാംബയും കൂടി ഒഴിവാക്കുകയാണ് പോസ്റ്ററിൽ നിന്ന്. മാത്രമല്ല, അപ്പോൾ അവർ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തെ മൊത്തമായിരുന്നു എതിർത്തത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാകുന്നതാണ് ഇത്തരത്തിലുള്ള ഈ നടപടിയിലൂടെ. ഏതായാലും
ഈ ഒരു നടപടിയെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടറിയണം. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദേശീയ പതാകയെ പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെടുത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു ന്യായമാണ് ഇപ്പോൾ ഈ പോസ്റ്റർ പിൻവലിച്ചതിലൂടെ CPI ജില്ലാ നേതൃത്വം നൽകുന്നത്. ഏതായാലും ഈ ദേശീയ പതാകയോടും കൂടി ഇപ്പോൾ പാർട്ടി പരിപാടികളോട് കൂട്ടിച്ചേർക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളെ, ദേശീയത ഉയർത്തിപ്പിടിപ്പിക്കുന്ന സങ്കല്പങ്ങളെ മൊത്തത്തിലായി ബഹിഷ്കരിക്കുക തന്നെയാണ് CPI എന്ന് നമുക്ക് ഈ ഒരു നടപടിയിലൂടെ നമുക്ക് വ്യക്തമാക്കുകയാണ്.